ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രിയ വാര്യർ. നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷം ഒരു ഇൻട്രസ്റ്റിംഗ് ഇന്റർവ്യൂവിനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആയിരിക്കും ഞാൻ ഇന്ന് തരാൻ പോണത്. ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആക്ട്രസ് പ്രിയക്കാണോ സിംഗർ പ്രിയക്കാണോ കൂടുതൽ പബ്ലിക് സപ്പോർട്ട് കിട്ടിയത്? തീർച്ചയായിട്ടും സിംഗർ പ്രിയക്കാണ് കിട്ടിയത്. ആക്ടർ പ്രിയ എന്ന് പറയുമ്പോൾ എൻ്റെ ഇതൊരു ഒറ്റ മൂവി ഇറങ്ങിയിട്ടുള്ളൂ, അഡാർ ലവ്. അതെപ്പോ അതൊക്കെ ഉണ്ട് ആണോ? എന്നാ കണ്ടിന്യൂ. ഹയസ്റ്റ് റെമ്യൂണറേഷൻ റിസീവ്ഡ്. ദൈവമേ, അതൊന്നും പറയാൻ പാടില്ല. പോടുന്നു. ദ ബെസ്റ്റ് തള്ളു യു ഹാവ് മേഡ്. ബെസ്റ്റ് തള്ളു കേട്ടിട്ടുള്ളത്. അതെന്താന്നറിയില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് തള്ളാന്നൊക്കെ പറഞ്ഞ് ട്രോള് കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അധികം തള്ളാത്ത ഒരാളാണ്. ഇനി ഇത് പറഞ്ഞാൽ ഇത് നിങ്ങളെ തള്ളാന്ന് പറയും, അതുകൊണ്ട് ഞാനൊന്നും പറയണില്ല. മനസ്സിലാക്കി കളഞ്ഞല്ല. ശരിയാണ്, തുടക്കത്തില് കിട്ടിയ ഹൈപ്പ് ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ തന്നെ എന്തിനായിരുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. തുടക്കത്തിൽ എനിക്ക് കിട്ടിയ ഹൈപ്പ്. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. പ്രിയയെ കുറിച്ചുള്ള എല്ലാ ട്രോൾസും ഗോസിപ്സും പ്രിയ എൻജോയ് ചെയ്യാറുണ്ടോ? ഹേർട്ട് ചെയ്ത് ഏതെങ്കിലും ഉണ്ടോ? ഫണ്ണി ആയിട്ടുള്ള ട്രോൾസ് ഒക്കെ ഡെഫിനറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ എന്താ പറയാ, പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പ് ട്രോള് കാണുമ്പോൾ വിഷമാവാറുണ്ട്. തീർച്ചയായിട്ടും വിഷമാവാറുണ്ട്. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയില്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. പ്രിയയ്ക്ക് ഫാൻസ് ആണോ ഹേറ്റേഴ്സ് ആണോ കൂടുതൽ? അയ്യോ, വല്ലാത്തൊരു ചോദ്യമായത്. ദൈവമേ, ഇല്ല, ഞാൻ പോസിറ്റീവേ പറയുള്ളൂ. ഫാൻസ് ആണ് കൂടുതൽ. ഇനി ഒരു മലയാള സിനിമ ചെയ്യുന്നു, ഇറ്റ് ഷുഡ് ബി കമ്മിങ് ബാക്ക് വിത്ത് എ ബാങ് എന്നെനിക്ക് നല്ല നിർബന്ധമുണ്ട്. അതുകൊണ്ട് അടിപൊളിയായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ്, അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വന്നാലേ ഞാൻ ഈ മലയാളത്തിലോട്ട് ഉള്ളൂ. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഓക്കെ, ഹോട്ടസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ലിപ്സ് ആണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഒരുപാട് അങ്ങനത്തെ കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ട്, നല്ല ചുണ്ടാണെന്നുള്ളത്. കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് പുറത്ത് വരുമ്പോൾ എന്തൊക്കെ ട്രോള് കാണേണ്ടി വരുമെന്ന് അറിയില്ല. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.